ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ മിക്ക ആൾക്കാരും ഉറക്കം എഴുന്നേൽക്കുന്ന ഒരവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, എഴുന്നേറ്റ് ഇതാ ഇങ്ങനൊരു തൂങ്ങലുണ്ട്, വല്ലാത്ത ക്ഷീണം, തളർച്ച, പിന്നെ അതേപോലെ കട്ടിലിലോട്ട് കിടത്തുണ്ട്, വല്ലാത്ത തളർച്ചയായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു എനർജിയും കാണില്ല. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ തലയൊക്കെ ചൊറിഞ്ഞ് കോട്ടുകയൊക്കെ വിട്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ചിരണ്ടാൻ തുടങ്ങും. എന്ത് കാണാനാണെന്നറിയില്ല, പക്ഷേ ഇതാണ് ചില ആൾക്കാരുടെ പരിപാടി. രാവിലത്തെ ദിവസം വെറുതെ നമ്മുടെ ഒരു പ്രഭാതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം നശിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരു 3 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിക്കുക. ഓക്കെ, 3 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ട് ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ നിങ്ങളുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വ്യായാമങ്ങൾ, സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങളുടെ പ്രഭാതം, നിങ്ങളുടെ ദിവസം നല്ല ആക്റ്റീവാവും. നിങ്ങളൊരു ദിവസം മൊത്തം നല്ല എനർജിക്കാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് ഇതേപോലെ വെള്ളമൊക്കെ കുടിച്ചൊന്ന് നേരെ ഇരുന്ന് നിങ്ങളുടെ ബ്രീത്തിങ് ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ബ്രീത്തിങ് ഒക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വർക്കൗട്ട് ഒന്ന് ചെയ്യുക. ആദ്യം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓരോ വർക്കൗട്ടുകളും ഇതേപോലെ നിങ്ങളൊരു 15 പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്യുക. ഇത് കൂടുതലും പ്രായമായ ആൾക്കാർക്കും സ്ത്രീകൾക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. നിങ്ങളുടെ ഒരു ദിവസത്തെ വളരെ ആക്റ്റീവാക്കാൻ, നിങ്ങളുടെ ബോഡിയെ, ആ തളർന്നിരിക്കുന്ന ആ ബോഡിയെ നല്ല എനർജിക്കാക്കാൻ വളരെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. ഓക്കെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മൂഡ് ശരിയല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം മൊത്തം പോക്കായിരിക്കും. ഓക്കെ, നിങ്ങളിൽ പലർക്കും അത് അനുഭവം കാണും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വർക്കൗട്ട് ചെയ്യാം. കൈകൾ ഇതേപോലെ ഒന്ന് ഉയർത്തുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, നമ്മുടെ നട്ടെല്ലൊക്കെ നിവർത്തി നല്ല നേരെ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ വർക്കൗട്ട് ഈ രീതിയിൽ ചെയ്യാം. അടിപൊളി വ്യായാമമാണ്. ഓക്കെ, ഒരു 8-10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഫുൾ ബോഡിയെ നമ്മൾ ബെഡിൽ ഇരുന്നുകൊണ്ട് അങ്ങ് ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മൾ യാതൊരു വിധത്തിലുള്ള വെയിറ്റുകൾ എടുക്കുന്നില്ല, ഒരു തരത്തിലുള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ അങ്ങ് ആക്ടിവേഷൻ ആക്കുവാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ നമ്മുടെ വ്യായാമം, നിങ്ങളുടെ തലയിൽ തന്നെ കൈവെക്കുക. അതിനുശേഷം ഇതേപോലെ വശങ്ങളിലോട്ട് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, സൂപ്പർ എക്സസൈസാണ്. നിങ്ങളുടെ ഓബ്ലിക്സ് മസിലിനും നിങ്ങളുടെ ബാക്ക് മസിലിനും വളരെ നല്ല വ്യായാമമാണ്. ഇതേപോലെ നിങ്ങളൊരു 15 പ്രാവശ്യം അങ്ങോട്ട് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യം വിട്ടു പോകരുത്. 3 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം. നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനായിട്ട് അത് വളരെയേറെ സഹായിക്കും. നിങ്ങളുടെ എനർജിയെ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന പോലെ സൈഡിലോട്ട് കൈകൾ പതുക്കെ കൊണ്ടുപോവുക. മാക്സിമം എത്രത്തോളം നിങ്ങളെ കൊണ്ട് കൈ താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ താഴ്ത്തുക. ഇത് നിങ്ങളുടെ ഓബ്ലിക്സ് മസിൽസിനെയും വയറിനെയും ശക്തിപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പം ഇതൊരു 15 പ്രാവശ്യം അങ്ങോട്ട് ചെയ്യുക. മടി വിചാരിക്കേണ്ട, മടി നിങ്ങൾക്ക് കാണില്ല, ഉറപ്പാണ് മടി കാണില്ല. ഈ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് മടിയും മാറും, നിങ്ങളുടെ കംപ്ലീറ്റ് ക്ഷീണവും മാറും. അടുത്ത നമ്മുടെ വർക്കൗട്ട്, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് നിന്നിട്ട് കൈ ഇങ്ങനെ നിവർത്തി അങ്ങോട്ട് പിടിച്ചത് ഇതേപോലെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഒരു സൈഡിലോട്ട് ചെയ്തു, ഒരു 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം അടുത്ത സൈഡിലോട്ടും ഇത് കണക്കൊരു 10 പ്രാവശ്യം കൊണ്ട് ചെയ്യുക. നിങ്ങളുടെ ഷോൾഡർ മസിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ്. ഓക്കെ, നിങ്ങളുടെ ഷോൾഡർ മസിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ്. അതങ്ങോട്ട് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്തായിട്ട് നമ്മളങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ കൈകൾ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക, താഴോട്ട് കൊണ്ടുവരിക, മുകളിലോട്ട് ഉയർത്തുക, താഴോട്ട് കൊണ്ടുവരിക. കണ്ടല്ലോ, ഇതേപോലെ നിങ്ങളങ്ങോട്ട് ചെയ്യുക. നിങ്ങളുടെ ഷോൾഡറിന് വീണ്ടും സ്ട്രെങ്ത് കൂട്ടാനുള്ള വ്യായാമം. ഓക്കെ, നിങ്ങളുടെ ഷോൾഡർ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കും. ആ ഷോൾഡർ രാവിലെ അങ്ങോട്ട് ഉറക്കത്തിൽ നിന്നൊക്കെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ മന്തി ഫോയിച്ചിരിക്കുന്ന ബോഡിയൊക്കെ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങും. ശരീരത്തിലെ സകല ജോയിൻസും അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇരുന്ന് കൊണ്ട് ചെയ്യാവുന്ന വ്യായാമങ്ങൾ ശീലിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഇതോടുകൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത നമ്മുടെ വർക്കൗട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം കൈകൾ ഇതേപോലെ മടക്കി പതുക്കെ താഴോട്ട് കൊണ്ടുവരിക, മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, താഴോട്ട് കൊണ്ടുവരിക, മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക.
ഷോൾഡർ മസിൽ അടിപൊളിയാക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? അടുത്ത ഇതേപോലെ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യായാമമാണ്. നിങ്ങളുടെ ചെസ്റ്റ് മസിലിനും ഷോൾഡർ മസിലിനും സൂപ്പറായിട്ടുള്ള ഒരു എക്സസൈസാണ്. ഓക്കെ, ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുപോവുക, ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവുക, ബാക്കിലോട്ട് കൊണ്ടുപോവുക, ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് ഇരിക്കാം, കാലുകൾ അകത്തി ഇതേപോലെ ഇരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഫുൾ ബോഡി ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഓക്കെ, വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ. അതിനുശേഷം നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. കൈകൾ ഉയർത്താം, പതുക്കെ താഴോട്ടുണ്ടെന്ന് ഫ്ലോറിൽ മുട്ടിക്കാം. കൈകൾ ഉയർത്താം, ഫ്ലോറിൽ മുട്ടിക്കാം. ഒരു 15 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, മാക്സിമം പോയ ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാം. നിങ്ങളുടെ ഒരു ദിവസത്തെ നിങ്ങൾക്ക് ഹാപ്പിയാക്കാം. ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കും. നമ്മുടെ ക്ഷീണം പമ്പ കിടക്കും. നമ്മുടെ മടി മാറി കിട്ടും. ഇതെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റുകളാണ്. പലർക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന സ്വഭാവങ്ങളാണ്. ഓക്കെ, ഒന്നെങ്കിൽ വീണ്ടും കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് കുത്തും. അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ദിവസേന രാവിലെ ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദിവസം ആരംഭിക്കും. അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ വളരെ നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി വീരുന്ന് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ കാലുകൾ ഇതേപോലെ ഉയർത്താം, ഇതേപോലെ അങ്ങോട്ട് ഉയർത്തി കൊടുക്കുക. നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ്. കാലുകളിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ്. ഒരു കാലിൽ ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ഇതേപോലെ ചെയ്യുക. വീണ്ടും നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കാലിൻ്റെ പാദം ഇതേപോലെ മൂവ് ചെയ്യിപ്പിക്കുക. മുകളിലോട്ട് താഴോട്ട്, മുകളിലോട്ട് താഴോട്ട്. സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങളുടെ കാഫ് മസിലിനെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ്. നിങ്ങളൊരു 10-15 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. അടിപൊളി വർക്കൗട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, നിങ്ങൾ നാളെ തൊട്ട് തന്നെ നിങ്ങളുടെ പ്രഭാതം ഈ രീതിയിൽ തന്നെ തുടങ്ങുമെന്നുള്ളത്. ഓക്കെ, അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് എന്താണ്? നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ കൈകൾ ഓരോന്നായിട്ട് മുകളിലോട്ട് ഉയർത്തുക, മടക്കി താഴോട്ട് കൊണ്ടുവരിക, മടക്കി താഴോട്ട് കൊണ്ടുവരിക. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. ഇത് നമ്മുടെ ഷോൾഡറിനും ബാക്ക് മസിലിനും നല്ല വ്യായാമമാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്.